ഹലോ. അപ്പം ഞാൻ അട ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴേക്കും അവർക്ക് അട ഉണ്ടാക്കി കൊടുക്കണം. വാഴയിലയിൽ ഗോതമ്പ് പൊടിയൊക്കെ കുഴച്ചിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാലും അട ഉണ്ടാക്കണം. നമുക്ക് അട ഉണ്ടാക്കാൻ കാണാം. അപ്പോൾ അതേ അട ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. അതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യാം. അതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നല്ല തിളച്ച വെള്ളമാണ്. കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മളിത് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്നും ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് ശർക്കര എടുക്കാനായിട്ട് എടുക്കാം. അപ്പോൾ അതേ നമ്മൾ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര എടുക്കണം. ഇനി ഇതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ഉരുക്കിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരി പെട്ടുപോകും. അപ്പോൾ അട ഉണ്ടാക്കുമ്പോൾ കല്ല് കടിക്കാണ്ടിരിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് വെള്ളമൊഴിച്ച് ഉരുക്കി അരിച്ചെടുക്കാം. അതായത് നമ്മൾ തേങ്ങ ചിരവിയുണ്ട്. നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. അപ്പോൾ അത് ശർക്കര കൂടിയുണ്ട്. അപ്പോൾ നമുക്കിത് അരിപ്പയിലൂടെ അരിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മളിത് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ജീരകം വേണമെങ്കിൽ ചെറിയ ജീരകം. അപ്പം ഞാൻ തിരിയിട്ടുണ്ട് കേട്ടോ ചെറിയ ജീരകം. അപ്പോൾ കുറച്ച് ജീരകം. അപ്പോൾ തേങ്ങ നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മാവ് കുറച്ചെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഗോതമ്പ് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് അട ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ വാഴയിലൊക്കെ കഴുകി ഇതാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ തേക്കാം. ഇനിയിപ്പോൾ നമുക്ക് കുഴച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് മാവിന്ന് ഒരു ഉണ്ട എടുത്തിട്ട് നമ്മൾ വാഴയിലയിൽ നന്നായിട്ട് പരത്തിയെടുക്കണം. നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കനം കുറച്ച് പരത്തിയെടുക്കണം. അട ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് തരം അടകളുണ്ടല്ലോ. അപ്പോൾ ഏതട നിങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളത് പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന തേങ്ങയും ശർക്കരയുടെ മിക്സ് അതിൽ പരത്തിയെടുക്കാം. നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മടക്കി വെക്കാം. അങ്ങനെ മടക്കി വേറെ നമ്മൾ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ അതുപോലെ റെഡി ആക്കാം. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പ് തുറന്നു നോക്കാം. അരകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തുടങ്ങിയിട്ടുള്ളൂ. വേറായിട്ടില്ല. പച്ചക്കളറിനെ പൊതിയിട്ട് ഇപ്പോൾ ഒന്നുകൂടി വേറട്ടെ. അപ്പോൾ അതേ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊളിച്ച് നോക്കിയപ്പോൾ കണ്ട ഉള്ളിലൊക്കെ നന്നായിട്ടുണ്ട് തേങ്ങയും ശർക്കരയൊക്കെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. താങ്ക് യു.